ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പല ആളുകളും എന്നോട് പറയാറുണ്ട്, സാറ് പറഞ്ഞിട്ട് ഞാൻ കുറേ വിഷ്വലൈസേഷൻ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് പല ആളുകളും പറയാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വിഷ്വലൈസേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തത്? ഇങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യണ്ട. കാരണം നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല, റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. പേടിക്കണ്ട. എന്താ സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ലവ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യുന്ന ആളുകൾ പല പ്രോസസ്സിലും വിഷ്വലൈസേഷൻ സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്നുണ്ട്, വിഷ്വൽ ചെയ്യണം എന്നുള്ളത്. എന്നാൽ ചില ആളുകൾക്ക് അത് വർക്കാവുന്നില്ല, അത് സ്വാഭാവികമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് നമുക്ക് അയ്യോ അങ്ങനെയുള്ള ആളുകളുണ്ടല്ലേ, അപ്പോൾ അവർക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നിങ്ങളും വിഷ്വൽ ചെയ്തിട്ട് മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. അപ്പം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പോൾ നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക. വീഡിയോ കണ്ടിട്ട് പല പല ടെക്നിക്കുകളും ചെയ്ത് പരീക്ഷിക്കാതിരിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറയുക, അതിനുള്ള എക്സാക്റ്റ് സൊല്യൂഷൻ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷ്വൽ ചെയ്തിട്ട് മാനിഫെസ്റ്റ് ആവാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അത്തരത്തിലുള്ള ആളുകളെ ഓഡിറ്ററി ടൈപ്പ് ആളുകളായിരിക്കും. കാരണം വിഷ്വലി ചെയ്താൽ മാത്രം നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കില്ല. ഈ വിഷ്വലി ചെയ്യുന്ന സമയത്ത് ഫീലിങ്സ് കൂടി വരണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓഡിറ്ററി ആണെങ്കിൽ അവർക്ക് കേൾക്കുമ്പോഴായിരിക്കും കൂടുതൽ ഫീല് കിട്ടുക. ആ ഫീലിങ്സ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ അടിവരെ ഇട്ടിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഫീലിംഗ് ഈസ് ദ സീക്രട്ട്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്, ഫീലിംഗ് ഈസ് ദ സീക്രട്ട്. അത് വിഷ്വലി ചെയ്യുകയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും റൈറ്റ് ഡൗൺ ചെയ്യുകയാണെങ്കിലും പറയുകയാണെങ്കിലും ഒക്കെ നിങ്ങളത് ചെയ്യുമ്പോഴുള്ള നിങ്ങളുടെ ഫീൽ, മാനസികമായിട്ടുള്ള ഫീലാണ് മാനിഫെസ്റ്റേഷന് സഹായിക്കുന്നത്. ആ ഫീൽ ഇല്ലാതെ നിങ്ങൾ എന്ത് ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്ക് ചെയ്താലും റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരും, പക്ഷെ അത് ഒരുപാട് ഡിലേ ആവും. സ്പീഡപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഫീലിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം. സോ ഞാൻ പറയുന്നത്, നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് വിഷ്വൽ ചെയ്യണ്ട. ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടാൽ മതി. അപ്പം എന്താ നിങ്ങൾ കേൾക്കേണ്ടത്? ആ വ്യക്തി നിങ്ങളോട് വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പ്ലാൻസ് ഉണ്ടാക്കുക. ആദ്യം ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ പ്രണയം തുറന്നു പറയുന്നതോ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളില്ലാതെ പറ്റില്ല, എന്നെ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ നമുക്കൊന്നിച്ച് ജീവിക്കണം, അങ്ങനെയുള്ള ഒരു ഭയങ്കര നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ടോക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോക്ക് നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് കേൾക്കുക. അത് കേൾക്കുമ്പോൾ അവരുടെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കേണ്ടത്. മനസ്സിലായി? വിഷ്വലൊന്നും ചെയ്യണ്ട, അവരുടെ ശബ്ദം മാത്രം നിങ്ങൾ കേൾക്കുക. ഓക്കെ, അത് കേട്ട് എൻജോയ് ചെയ്യുക, മാക്സിമം ഫീൽ ചെയ്യുക. അങ്ങനെ ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റന്റ് മാനിഫെസ്റ്റേഷൻസ് നടക്കും. അതുപോലെ അവർ ഡയറക്റ്റ് വന്ന് പറയുന്ന ഒരു മാനിഫെസ്റ്റേഷനിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാനായിട്ട് പറ്റും. അത് റിയാലിറ്റിയിൽ വരും. അപ്പം അത് മാക്സിമം ഫീൽ ചെയ്ത് കേൾക്കുക എന്നുള്ളത് തന്നെയാണ് സീക്രട്ട്, ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾ. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെ വിഷ്വൽ ചെയ്തിട്ട് യാതൊരു റിസൾട്ടും കിട്ടാത്ത ആളുകൾ അതൊക്കെ നിർത്തുക. അതിന് പകരം കണ്ണടച്ചുകൊണ്ട് അവർ നിങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട് നന്നായിട്ട് കേൾക്കുക. അത് മാക്സിമം ഫീൽ ചെയ്യുക. അത് തന്നെയാണ് സീക്രട്ട്. ഇത് അപ്ലൈ ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടും, യാതൊരു സംശയവുമില്ല. സോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ടെക്നിക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിലും താഴെ കമൻ്റായിട്ട് ചോദിക്കാം. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇനി വിഷ്വലൈസേഷൻ ചെയ്യുന്ന ആളുകൾക്കും ഈ ടെക്നിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഏത് തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുകയാണെങ്കിലും ഇങ്ങനെയുള്ള ലിസണിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക, മാക്സിമം ഫീൽ ചെയ്യുക. യു വിൽ ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, താങ്ക് യു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.